പാഠം 1012. ഒരു മനപ്പൊരുത്തത്തിന്റെ കഥ. ഓഫീസ് കാര്യങ്ങൾ സമയത്ത് നടത്തിക്കൊടുത്തില്ല എന്ന് ആരോപിച്ച് നാട്ടുകാർ ഓഫീസ് അടിച്ചു തകർത്തു. മോഹനേട്ടാ, ആ പത്രം വായിച്ചില്ലായിരുന്നോ? നല്ല ഒന്നാന്തര വാർത്തയല്ലേ മുൻ പേജിൽ തന്നെ. സമയത്ത് കാര്യങ്ങൾ നടത്തിക്കൊടുത്തില്ല എന്ന് ആരോപിച്ച് നാട്ടുകാർ ഓഫീസ് അടിച്ചു തകർത്തു എന്ന്. സപ്ലൈ ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ 20ഓളം പേരെ കാത്തു നിർത്തി ഉദ്യോഗസ്ഥർ കൊച്ചുവർത്താനം പറഞ്ഞ സമയം കളഞ്ഞതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. സപ്ലൈ ഓഫീസറും അടുത്ത കസേരയിൽ ഉണ്ടായിരുന്ന വനിതാ ക്ലർക്കും തമ്മിൽ കൊഞ്ചിക്കുഴഞ്ഞ് സമയം കളയുകയായിരുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. സഹികെട്ട നാട്ടുകാർ ഓഫീസിൽ കയറി ചോദ്യം ചെയ്തതോടെ സപ്ലൈ ഓഫീസറുടെ മട്ടുമാറി. ചോദ്യം ചെയ്തവരോട് അദ്ദേഹം ക്ഷോഭിച്ചതോടെ നിയന്ത്രണം വിട്ട നാട്ടുകാർ ഓഫീസ് അടിച്ചു തകർക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ സർക്കാർ ഓഫീസുകൾ നടക്കുന്ന ഇതൊക്കെയാണല്ലേ? പഞ്ചരടി സർക്കാർ ശമ്പളം വാങ്ങിച്ച് ആണാഫീസറും പെണ്ണാഫീസറും കൂടെ പഞ്ചാരടിക്കുന്നു. അതും പോരാഞ്ഞ് ചോദ്യം ചെയ്യാൻ ചിലത് നാട്ടുകാരുടെ നേരെ മെക്കിട്ട് കയറ്റും. കൊള്ള എന്തായാലും ഇതൊക്കെ പത്രക്കാരെഴുതുന്നല്ലേ, സത്യതാവണമെന്നൊന്നുമില്ല. പത്രക്കാർ ചുമ്മാ എന്തെങ്കിലും എഴുതി വെക്കോ? സപ്ലൈ ഓഫീസിൽ നാട്ടുകാർ വഴക്കുണ്ടാക്കിയോണ്ട് കാര്യം പുറത്തായി. നമ്മുടെ താലൂക്ക് ഓഫീസിലെയും വില്ലേജ് ഓഫീസിലെയൊക്കെ അവസ്ഥ എന്താണെന്ന് ആർക്കറിയാം? നീ ഷർട്ട് മുട്ട് തേച്ച് വെച്ചോ? ഇല്ല. എനിക്കിന്ന് ഒരുപാട് നേരത്തെ പോണം. ഷർട്ടൊക്കെ തെച്ചരാവേ. ആദ്യം വാർത്ത ഒന്ന് മുഴുവൻ വായിക്കട്ടെ. ഞാൻ ആഫീസിൽ പോയി കഴിഞ്ഞ ശേഷം നിനക്ക് നോക്കാലോ. ഓ, ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ എന്നാണാവോ നാട്ടുകാർ കയറുന്നത്? സാർ, എന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം. വരുമാന സർട്ടിഫിക്കറ്റ് തരുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാ. വില്ലേജ് ഓഫീസറെ വീട്ടിൽ നിന്നല്ല. ആഫീസ് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ആഫീസിൽ വരണം, മനസ്സിലായല്ലോ? ഓ ശരി സാറേ. ഷർട്ട് മുണ്ട് തേച്ച് വെച്ച് കഴിഞ്ഞു. ഇത് ഇട്ടോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാനുള്ളത് എടുത്തു തരാം. അതും കഴിച്ച് എത്ര പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. മോഹനോട് പോയിട്ട് വേണം എനിക്ക് ബാക്കി ജോലിയൊക്കെ തീർക്കാൻ. ഒരുപാട് ജോലി ഉണ്ടായിട്ടാണോ നീ ഇത്ര നേരം പത്രം വായിച്ചുകൊണ്ടിരുന്നത്? പത്രം വായിച്ചാൽ അത് കുറ്റം, പത്രം വായിച്ചില്ലെങ്കിൽ അത് വേറെ കുറ്റം. ഈ കുറ്റം മറിച്ചത് നിർത്തി മോഹനേട്ടൻ എന്നാണ് ഒരു നല്ല അഭിപ്രായം എന്തെങ്കിലും പറയാ? നല്ലത് ചെയ്താൽ നല്ലത് പറയും. ഈ ഷർട്ടും മുണ്ടും തേച്ചിരിക്കുന്നത് നന്നായിട്ടുണ്ട്. അയ്യോ, വലിയ സന്തോഷം. ഇനി ഇതിട്ട് സുന്ദരകുട്ടപ്പനായിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. സപ്ലൈ ഓഫീസിലെ പോലെ വില്ലേജ് ഓഫീസിൽ പോയി പെണ്ണുങ്ങളെ പഞ്ചാര അടിക്കാതിരുത്താ മതി. പുതിയ ചുരിദാറാണല്ലോ പ്രഭേ. ഇത് എവിടെ നിന്ന് വാങ്ങി? ടൗണിൽ പുതിയതായിട്ടൊരു ടെക്സ്റ്റൈൽസ് തുടങ്ങിയിട്ടില്ലേ, ഗായത്രി, അവിടെ നിന്ന് വാങ്ങിയതാ. ആണോ? ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കാഞ്ഞു സാറേ, പക്ഷേ വില ശരിക്കും കൂടുതലാ. പ്രഭയ്ക്ക് വില കൂടിയത് വാങ്ങാൻ എന്താ പാട്? കിട്ടുന്ന ശമ്പളം കൊണ്ട് സ്വന്തം കാര്യം നോക്കിയാൽ മതിയല്ലോ. കല്യാണം കഴിഞ്ഞവർക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയരുത് കാഞ്ഞു സാറേ. കല്യാണം കഴിച്ച പെണ്ണുങ്ങളെക്കാളും ചെലവ് എനിക്കാ. അച്ഛൻ്റെ അമ്മയുടെ മരുന്ന്, അനിയന്റെ പഠിത്തം, പിന്നെ വീട്ടു ചെലവുകളും മുഴുവൻ ഞാനാ നോക്കേണ്ടത്. കാഞ്ചന സാറിന് പ്രഹ്ലാദ സാറിന്റെ ശമ്പളം ഉണ്ടല്ലോ.
ഹോ, അതൊന്നും പറയാതിരിക്കാ ഭേദം. രണ്ടുപേരുടെ ശമ്പളം ഉണ്ടായിട്ടും കാര്യങ്ങളൊന്നും കൃത്യമായി നടക്കുന്നില്ല. ഇതിന്റെ കളറ് പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല. ഈ പച്ചയോ ചോപ്പോ ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനായിരുന്നു. അത് കാഞ്ചന സാറിന് കളർ സെൻസ് ഇല്ലാത്തോണ്ടാ. അക്കാര്യത്തിലൊക്കെ മോഹനേഷ് സാറിനെ കണ്ടു പഠിക്കണം. എത്ര തരം ഷർട്ടുകളാ, ഓരോ ദിവസം ഓരോ കളർ. സത്യം പറഞ്ഞ മോഹനേഷ് സാറിനെ കാണുമ്പോ തന്നെ ഒരിഷ്ടം തോന്നിപ്പോ. അല്ല, സാറിനോടോ അതോ ഷർട്ടിനോടോ? രണ്ടിനോടും. കാഞ്ചന സാറിനൊരു കാര്യം അറിയാവോ? ഇന്ന് സാറിട്ടോണ്ട് വന്ന ഷർട്ട് ശ്രദ്ധിച്ചായിരുന്നോ? വയലറ്റ്. ഞാനിന്ന് രാവിലെ ആലോചിച്ചതേ ഉള്ളൂ, സാർ ഇന്ന് വയലറ്റ് ഷർട്ട് ഇടുമെന്ന്. കൃത്യം അത് എന്നെ സംഭവിച്ചു. അത് കൊള്ളാലോ. പ്രഭയോട് ചോദിച്ചിട്ടാണോ സാർ ഓരോ ദിവസം ഷർട്ട് ഇടുന്നേ? എന്നോട് ചോദിച്ചിട്ടല്ല, അതൊക്കെ ഒരു മനപ്പൊരുത്തോ കാഞ്ചന സാർ. ഇന്നത്തെ കാര്യം മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെ ഞാൻ ആലോചിക്കും, ഇന്ന് സാർ ഏത് കളർ ഷർട്ടാ ഇടുന്നേന്ന്. ഇവിടെ വരുമ്പോ ഞാൻ വിചാരിച്ച തന്നെ ആയിരിക്കും ചെയ്യും. അത് ശരി. അപ്പൊ സാറിടുന്ന ഷർട്ടിന്റെ കാര്യമൊക്കെയാണ് പ്രഭ രാവിലെ ആലോചിക്കുന്നത്. ഇത് അസുഖം വേറെയാ. കാഞ്ചന സാർ എന്തൊക്കെ പറഞ്ഞാലും അതെനിക്കൊരു രസമാണ്. എനിക്ക് രസമല്ല. വേണമെങ്കിൽ നാളെ സാർ ഏത് കളർ ഷർട്ട് ഇടുമെന്ന് ഞാൻ ഇപ്പൊ പറയാം. എങ്കിൽ പറയും. നാളെ ഇന്ന് ഞാൻ നീലയല്ലേ ഇട്ടിരിക്കുന്നത്. നാളെ സാറ് നീല ഷർട്ട് ഇടും. ഇല്ലെങ്കിൽ ഒരു സംശയം വേണ്ട കാഞ്ചന സാറേ, നാളെ സാറ് നീല ഷർട്ടേ ഇടും. ഞാൻ ബെറ്റ് വെക്കാൻ തയ്യാറ്. എന്താ ബെറ്റ്? സാറ് നാളെ നീല ഷർട്ട് ഇട്ടില്ലെങ്കിൽ ഞാൻ കാഞ്ചന സാറിന് ഒരു ഐസ്ക്രീം വാങ്ങിത്തരും. ഓ, സാറ് നീല ഷർട്ട് ഇട്ട എനിക്ക് കാഞ്ചന സാർ ഐസ്ക്രീം വാങ്ങി തരണം. ഐസ്ക്രീം വാങ്ങിത്തരിക മാത്രമല്ല, പ്രഭയും സാറും തമ്മിൽ നല്ല മനപ്പൊരുത്താണെന്ന് ഞാൻ സമ്മതിച്ചു തരികയും ചെയ്യാം. പോരെ? നീല ഷർട്ട്. നീ എന്തിനാ നീല ഷർട്ട് തയ്ച്ചു വെച്ചത്? ആ ഷർട്ടിന് എന്താ കുഴപ്പം? എനിക്ക് ആ ഷർട്ട് വേണ്ട. വേണ്ടേ? അതെന്താണ്? പല കാരണം കാണും. നീ വേറെ ഷർട്ട് തയ്ച്ച. എനിക്ക് സൗകര്യമില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്, എനിക്ക് ആ ഷർട്ട് വേണ്ട. നീ എന്താ വേഗം വേറെ ഷർട്ട് തയ്ച്ച. വെറുതെ എന്നെ മെനക്കെട തയ്ക്കാന്ന് പോവാൻ നോക്കും മോനട്ടാ. എല്ലാ ദിവസവും ഞാൻ എന്റെ ഇഷ്ടത്തിനല്ലേ ഷർട്ട് തയ്ച്ചു വെക്കാറുള്ളത്. ഇന്നും അങ്ങനെ തന്നെ ചെയ്തു. ആ ഷർട്ട് ഇട്ടുകൊണ്ട് പോവാമെങ്കില് പോയാ മതി. ആ ഷർട്ട് എനിക്ക് ഇഷ്ടമല്ല. ആ ഷർട്ടിന് ഒരു കുഴപ്പമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ അങ്ങ് സഹിച്ചു. ഓ, പ്രഭേ, മണി 10 പോയ. ഇനി 1 മിനിറ്റേ ഉള്ളൂ. അതിനെന്താ? കൃത്യം 10 മണിയാകുമ്പോ മോനേഷ് സാർ വരും. അപ്പോൾ ഇട്ടേക്കുന്നത് നീല ഷർട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഐസ്ക്രീം കിട്ടിയേ പറ്റൂ. ആ ഐസ്ക്രീം കിട്ടുമെന്ന് ഓർത്ത് കാഞ്ചന സാർ വെറുതെ സ്വപ്നം കാണണ്ട. സാറ് നീല ഷർട്ട് ഇട്ട് വരും. ഉറപ്പായിട്ട് എനിക്ക് ഐസ്ക്രീം കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് കാണാം. എന്താ ഇവിടെ?
എന്താ എന്നോട് നോക്കുന്നേ? കാഞ്ഞൻ സാറേ, അപ്പൊ ഐസ്ക്രീം വാങ്ങാനുള്ള കാശ് എടുത്തോ. ഐസ്ക്രീമോ? കാഞ്ഞൻ സാറേ, മോഹനേഷ് സാറിന്റെ മനസ്സ് എനിക്കറിയാവുന്ന പോലെ ആർക്കറിയാം? കാഞ്ഞൻ സാറിന്റെ സംശയം തീർന്നല്ലോ. എന്നാലും ഞാനും ശിശുപാലൻ ചേട്ടനും അറിയാതെ ഇവിടെ ഇങ്ങനെ ഒരു ഇടപാട് നടക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. റഫയുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലേ സാറ് ഷർട്ട് ഇടുന്നത്. കൊള്ളാം കൊള്ളാം, രണ്ടുപേരും കൊള്ളാം. വെറുതെ അസൂയപ്പെടേണ്ട കാഞ്ഞന സാറേ. ഇതാ ഞാൻ പറഞ്ഞത്, ഞാനും സാറും തമ്മിൽ ഭയങ്കര മനപ്പൊരുത്താണെന്ന്. പ്രശ്നമാവും. ആമേ, നിന്നോടൊരു കാര്യം പറഞ്ഞ മനസ്സിലാവത്തെന്താ? എനിക്കിന്ന് നീല ഷർട്ട് വേണ്ട. വെറുതെ പ്രാന്ത് പറയാൻ എനിക്ക് പോകാൻ നോക്കും മോനട്ടാ. ഷർട്ട് തേക്കാൻ പറഞ്ഞു, ഞാൻ തേച്ചു തന്നു. ഇനി അത് മാറ്റി വേറെ ഷർട്ട് തേക്കാൻ എനിക്ക് സൗകര്യമില്ല. എന്ന് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഞാൻ ഇന്ന് നീല ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്ന പ്രശ്നമില്ല. എങ്കിൽ പിന്നെ 3 വഴികളുണ്ട് മോനട്ടാ. 1, മോഹനേട്ടൻ തന്നെ വേറൊരു ഷർട്ട് തേച്ചിടുക. ഇനി 2ാമത്തേത്, ഇന്നൊരു ദിവസം ഷർട്ട് ഇടാണ്ടങ്ങ് പോ. ഇനി 3ാമത്തേത്, ഇന്ന് ആഫീസ് പോണ്ടെന്ന് പറഞ്ഞു. ആമേ, നിനക്കൊരു കാര്യം പറഞ്ഞ മനസ്സിലാവത്തെന്താ? നീ എനിക്ക് വേറെ ഷർട്ട് വെച്ചാ. ആ ഷർട്ടിന് എന്താണ് പ്രശ്നം എന്ന് പറ. അതിട്ടാ പ്രശ്നം. എന്താ നീല ഷർട്ട് പിടിച്ച് കടിക്കൂ? ചിലപ്പോ കടിക്കും. മോനട്ടാ, മോഹനേട്ടന്റെ ഷർട്ട് കൊണ്ട് മാറി അങ്ങ് പോയാ മതി. എനിക്കാണ് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. ശല്യപ്പെടുത്താതെ ഒന്ന് പോകുന്നുണ്ടോ? എന്താ ഇതിനു മുമ്പ് ഞാനിങ്ങനെ വാശി പിടിച്ചിട്ടില്ലല്ലോ. അപ്പോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് ഊഹിച്ചൂടെ നിനക്ക്? എനിക്ക് വേറെ ഷർട്ട് വെച്ചാ കാര്യമുള്ളതുകൊണ്ടല്ലേ വേറെ ഷർട്ട്. എന്താ ശല്യം നോക്കണേ. രാവിലെ മനുഷ്യ മെനക്കെടുത്താണ്ട് പുതിയ ഓരോ പ്രാന്തോട്ട് ഇറങ്ങിക്കോളൂ. അല്ല മോഹനേട്ടാ, ഞാൻ കാര്യമായിട്ട് ചോദിക്കാ, ഈ ഷർട്ടിന് എന്താണ് കുഴപ്പം? ഷർട്ടിന് കുഴപ്പമുണ്ടോ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്ന ദിവസം ഈ ഷർട്ട് ഇടാൻ പറ്റില്ല. ഇന്നെന്താണ് കുഴപ്പം അത് പറ. നിനക്കിപ്പോ ഈ ഷർട്ട് വയ്ക്കാൻ പറ്റുമോ? ഓരോ ദിവസവും ഓരോ പ്രാന്ത്, അല്ലാതെ ഇതിനെന്ത് പറയാനാ? ഇനിയിപ്പൊ ചുമന്ന ഷർട്ട് ഇടാത്തോണ്ട് വില്ലേജ് സമാധാനം പോട്ടെ. എന്റെ കാഞ്ഞന സാറേ, ഇന്നലെ നമ്മൾ മോഹനേഷ് സാറിന്റെ കാര്യം പറഞ്ഞ് ബെറ്റ് വെച്ചില്ലേ? അതെന്റെ മനസ്സിൽ പതിഞ്ഞു പോയെന്നാ തോന്നുന്നത്. മനസ്സിലായില്ല. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, സാറിന്ന് ഉറപ്പായിട്ട് നീല ഷർട്ട് ഇട്ടോണ്ട് വരുമെന്ന്. വൈകിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ അതായിരുന്നു എന്റെ മനസ്സിലെ ചിന്ത. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും അതേനെ ഓർത്താ കിടന്നത്. അല്ല, ഇത് എന്തിന്റെ കാര്യമാണ് നിങ്ങളീ പറയുന്നത്? അതൊരു വലിയ കഥയാ ശിശുപാലൻ ചേട്ടാ. മോഹനേഷ് സാറും പ്രഭയും തമ്മിൽ ഭയങ്കര മനപ്പൊരുത്താണെന്നാ പ്രഭ പറയുന്നത്. സാറ് ഓരോ ദിവസം ഇടാൻ പോകുന്ന ഷർട്ട് ഏതാണെന്ന് പ്രഭ തലേ ദിവസേ പറയാന്ന്. അല്ല, പ്രൊഫസർ കൂടോത്രം പഠിച്ചിട്ടുണ്ടോ? ഇത് കൂടോത്രമൊന്നും അല്ല ശിശുപാലൻ ചേട്ടാ, എന്റെ ചില കണക്കൂട്ടില്ല. ഇന്ന് സാറ് നീല ഷർട്ട് ഇട്ടോണ്ട് വരുമെന്നാ പ്രഭ പറയുന്നത്. സാറിന്റെ ഷർട്ട് നീലയാണെങ്കിൽ ഞാൻ പ്രഭയ്ക്ക് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ പ്രഭ എനിക്കൊന്ന് വാങ്ങിത്തരും. എങ്ങനെയുണ്ട്? അതുകൊള്ള ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ആദ്യം പറഞ്ഞത് മുഴുവനും പറയട്ടെ കാഞ്ഞന സാറേ. ഇന്നലെ ഉറങ്ങാൻ കിടന്ന നേരത്തും മനസ്സിലെ മോഹനേഷ് സാറും ഷർട്ടും ആയതുകൊണ്ട് ഇന്ന് വെളുപ്പാങ്കാലത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത്?
മോഹനേഷ് സാറ് ഒരു ചുമന്ന ഷർട്ട് ഇട്ടോണ്ട് വരുന്നു. സത്യം കാഞ്ഞില്ല സാറേ. എനിക്ക് തോന്നിയത് ഇന്ന് ചുമന്ന ഷർട്ടാണ് ഇടുന്നതെന്ന് എന്നെ അറിയിക്കാനായിട്ട് മോഹനേഷ് സാറ് സ്വപ്നത്തിൽ വന്നു എന്നാണ്. ചുമന്ന ഷർട്ടാണെങ്കിൽ പ്രഭ പന്തയത്തിൽ തോറ്റല്ലോ. തോറ്റു. പക്ഷേ ഇന്ന് സാറിടുന്നത് ഒരു ചുമന്ന ഷർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പന്തായത്തിന് ഞാൻ തയ്യാറാണ്. അതെന്ത് ഏർപ്പാട്? കാഞ്ഞാലി സാറേ, എന്തായാലും പ്രൊഫസർ പറഞ്ഞതല്ലേ, അപ്പൊ ആ പന്തയം നടക്കട്ടെ. ഇന്ന് മോഹനേഷ് സാറ് ചുമന്ന ഷർട്ടല്ല ഇടുന്നതെങ്കിൽ പ്രൊഫസർ കാഞ്ചന സാറിന് എന്ത് കൊടുക്കും? 500 രൂപ. ശരി, ഷർട്ട് ചോപ്പാണെങ്കിൽ കാഞ്ചന സാറ് പ്രൊഫസറിന് 500 രൂപ കൊടുക്കണം. സമ്മതിച്ചോ? സമ്മതിച്ചു. ഇതൊന്നും ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല. ശരിയാവും കാഞ്ചന സാറേ. ഒന്നുമില്ലെങ്കിലും മോഹനേഷ് സാറ് സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞ കാര്യമല്ലേ. അപ്പോഴേ നിങ്ങളുടെ പന്തയം നടക്കട്ടെ. മോഹനേഷ് സാർ വരുന്നതിന് മുമ്പേ ഞാൻ ഫോട്ടോ സ്റ്റേറ്റ് എടുക്കാൻ കൊടുത്തിരുന്നില്ലേ, അത് പോയി വാങ്ങിക്കൊണ്ടുവരാം. നടക്കട്ടെ. വെളുപ്പാങ്കാലത്തെ സ്വപ്നോ ഫലിക്കും കാഞ്ഞ സാറേ. കാണാം കാണാം. നമസ്കാരം സാർ. ശിശുവല്ല എങ്ങോട്ടാ? അല്ല, സുമാന്റെ കടയിൽ ഫോട്ടോ സ്റ്റേറ്റ് എടുക്കാൻ കൊടുത്തിരുന്നു, അത് വാങ്ങാൻ വേണ്ടി പോവുക. ശരി, പോയിട്ട് വേഗം വരണം. ഇനി അവിടെ ചെന്ന് വർത്താനം പറയുന്ന സമയം കളയരുത്. ശരി സാർ. സാർ, എന്താ? പ്രൊഫസറിന് സമ്മതിക്കണം. സാറിന്ന് ചുവപ്പ് ഷർട്ട് ഇട്ടോണ്ട് വരുമെന്ന് പ്രൊഫസർ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. നീലല്ലേ പറഞ്ഞത്? ഇന്നലെ നീലാന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് വെളുപ്പാങ്കാലത്ത് പ്രൊഫസർ സ്വപ്നം കണ്ടത്രേ, സാറ് ചുവപ്പ് ഷർട്ട് ഇട്ടാ വരുന്നതെന്ന്. ഞങ്ങൾ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാഞ്ചന സാറും പ്രൊഫസറും തമ്മില് 500 രൂപ ബെറ്റും വെച്ചു. എന്തായാലും പ്രൊഫസറിനൊന്ന് കോൾ അടിച്ചു. വീട്ടിൽ പോയാലോ? സമയമായിപ്പോയി. സാറ് വരാൻ നേരായി. പ്രാർത്ഥിച്ചോ? എനിക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വപ്നം കണ്ടതേ വെളുപ്പാങ്കാലത്താ. ഓ, കാഞ്ഞന സാറേ കണ്ടല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ സ്വപ്നം ഫലിക്കുമെന്ന്. ഇപ്പൊ വിശ്വാസമായോ? എന്റെ 500 രൂപ എടുത്തേ. സാറേ, അപ്പൊ പ്രഭ പറയുന്നത് ശരിയല്ലേ? എന്ത്? സാറ് വെളുപ്പാങ്കാലത്ത് പ്രഭയുടെ അടുത്ത് ചെന്നു. സാറേ നേരിട്ടല്ല സാർ, സ്വപ്നത്തില്. അല്ല, അങ്ങനെ പ്രഭ സാറിനെ ഇത്രയും കൃത്യമായി സ്വപ്നം കാണണമെങ്കിൽ അതില് വേറെന്തോ ഉണ്ടല്ലോ. നിങ്ങളൊക്കെ എന്നെ പറ്റി എന്താ കരുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് തമാശ കളിക്കാനുള്ള ആളാണ് കെ മോഹൻകൃഷ്ണൻ സാറെന്നോ? ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ വേഷം കെട്ടലുകൾ. ഇതൊരു വില്ലേജ് ഓഫീസാണ്. നാട്ടുകാരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനാണ് സർക്കാർ ഇതിവിടെ തുറന്നു വെച്ചിരിക്കുന്നതും നിങ്ങൾക്ക് മാസാമാസം ശമ്പളം എണ്ണി തരുന്നതും. കാഞ്ചനോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം.
അറിയിക്കാം. മേലിൽ സർക്കാർ കാര്യമല്ലാതെ വേറൊരു വിഷയം ഈ ആഫീസിൽ സംസാരിച്ചാ പിന്നെ കാഞ്ചന വിവരം അറിയും. മനസ്സിലായോ? മേലിൽ സ്വപ്നം കണ്ട അന്ന് ഞാൻ സ്വയംപ്രഭയ്ക്കെതിരെ കേസ് കൊടുക്കും. എന്നോട് ചോദിക്കുന്നത് എന്നെ സ്വപ്നം കാണാൻ സ്വയംപ്രഭയ്ക്ക് ആരാ അറിയാതെ? അഹങ്കാരി. ഒരു സ്വപ്നം കാണല്ലോ നീ. കാഞ്ചന സാറേ, എങ്ങനെയാ 500 ഇപ്പൊ തരൂ അതോ ശമ്പളം കിട്ടിയിട്ട് തരൂ? ശമ്പളം കിട്ടട്ടെ, ഇപ്പൊ എന്തായാലും ഒന്നുമില്ല. സാർ, എന്താ സാറ് ദേഷ്യപ്പെടരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സ്വപ്നത്തിന്റെ കാര്യമാണോ? അല്ല സാർ, വേറൊരു കാര്യം. ഷത്തിന്റെ കാര്യോ? അതെ. എനിക്ക് കേൾക്കണ്ട. സാറ് കേൾക്കണം. എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു. സാറ് കേട്ടേ പറ്റൂ. ഞാൻ സാറിന് ഒരു സ്വപ്നവും കണ്ടില്ല. പക്ഷേ പന്തേ എങ്ങനെയെങ്കിലും ജയിക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചു എന്നുള്ളത് നേരാ. സാറ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഞാൻ വക്കീലിനെ വിളിച്ചു ചോദിച്ചപ്പോ വക്കീലാ പറഞ്ഞത് സാറ് ചുമന്ന ഷർട്ടിട്ട് ഇറങ്ങിയതെന്നു. നീല ഷർട്ടിന്റെ പന്തയം തോക്കുമെന്ന് ഉറപ്പായപ്പോ പുതിയ പന്തയത്തിനു വേണ്ടി ഞാൻ കണ്ടുപിടിച്ച വിദ്യ സ്വപ്നത്തിന്റെ കഥ. അല്ലാതെ സാറിന് സ്വപ്നം കാണേണ്ട കാര്യം എനിക്കെന്താ? അതാണ് ഇതിലിപ്പോ എന്റെ മിക്കിട്ട് കയറിട്ട് എന്താണ് കാര്യം? ഞാൻ ഇക്കാലത്ത് നിരപരാധിയാണ്. എന്ത് നിരപരാധി? ഞാൻ ചുവന്ന ഷർട്ടാണ് ഇട്ടുകൊണ്ട് പോയെന്ന് നീ എന്തിനാ സ്വയംപ്രഭ വിളിച്ചു പറഞ്ഞത്? സ്വയംപ്രഭ എന്നെ വിളിച്ച് മോഹനേഷ് സാറിന് ലീവാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, മോഹനേട്ടൻ ഓഫീസിലേക്ക് പോകുന്നല്ലോ ഒന്ന്. അപ്പൊ സ്വയംപ്രഭ എന്നോട് പറഞ്ഞു, മോഹനേഷ് സാറിനെ പോലെ ഒരാള് ബസ്സിൽ കയറി പോകുന്നത് ഞാൻ കണ്ടു, ഒരു പച്ച ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്, സാറാണെന്ന് കരുതി വിളിച്ചാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അത് മോഹനേട്ടല്ല, മോഹനേട്ടന്റെ ചുമന്ന ഷർട്ട് ഇട്ടോണ്ടാ പോയിരിക്കുന്നതെന്ന്. ഇതിന് ഞാനിപ്പോ എന്താ ചെയ്തത്? എന്തായാലും ശരി, കാഞ്ചനോട് മുമ്പ് ഞാനാണ് കേട്ടു. ഞാനും സ്വയംപ്രഭയും തമ്മിൽ ഭയങ്കര മനപ്പുറത്തുന്ന കാഞ്ചന പറയുന്നത്. രാവിലെ നീല ഷർട്ട് വേണ്ട, ചുമപ്പ് മതി എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്ന് വഴക്കുണ്ടാക്കിയപ്പോ ഞാൻ ചോദിച്ചതല്ലായിരുന്നു മോഹനേട്ടനോട് എന്താ കാര്യം എന്ന്. അപ്പൊ എന്നോട് സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ സ്വയംപ്രഭ വിളിക്കുമ്പോ എനിക്ക് എന്താ കാര്യം മനസ്സിലാവില്ലായിരുന്നു. അന്നേരം മോഹനേട്ടൻ ഒളിച്ചു കളിച്ചു. സ്വന്തം ഭാര്യ പറ്റിക്കാൻ നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. അതെ, എന്നാലും ഈ കാഞ്ചന പറഞ്ഞാൽ കുറച്ച് കാര്യമില്ലേ? മോഹനേട്ടന് സ്വയംപ്രഭയും തമ്മിൽ എന്തോ ഒരു മനപ്പൊരുത്തമുണ്ട്. സ്വയംപ്രഭ നിന്നെ വിളിച്ച് കള്ളം പറഞ്ഞിട്ടല്ലേ ഞാൻ ഇട്ടുണ്ടോ ഷർട്ടാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത്? അതെ, പക്ഷെ ഇന്നലെ സ്വയംപ്രഭ പറഞ്ഞ എന്താ, ഇന്ന് മോഹനേട്ടൻ നീല ഷർട്ടാണ് ഇടുന്നത് എന്ന്. സത്യത്തിൽ ഇന്ന് രാവിലെ ആദ്യം തേച്ചത് നീല ഷർട്ടല്ലായിരുന്നോ? അതെങ്ങനെ പറ്റി? നീ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വയംപ്രഭ എന്തോ ഒരു കൂടോത്രം ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. നിസാര കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് വഷളാക്കുന്നതിൽ മോഹനകൃഷ്ണനെ കഴിഞ്ഞേ ആളുള്ളൂ. സ്വയംപ്രഭ എന്തെങ്കിലും പറയട്ടെ എന്ന് കരുതി മറന്നു കളയേണ്ട ഒരു വിഷയമാണ് മഹാൻ ഇവിടം വരെ എത്തിച്ചത്. ഇത്തരം പുതിയ തന്ത്രങ്ങളുമായി കാര്യം നിസാരം തുടരുന്നു.